Morning, sir. Yes, Good morning, sir. Tara, good morning. Good morning, sir. Yes, Sevadi, good morning. Good morning, sir. Yasmi, good morning. Good morning, sir. Good morning, sir. Aditya, good morning. Aishwarya, good morning. Good morning, sir. Okay, Lisa, good morning. ആരാണ് ഇന്നത്തെ prayer? Sir, ഞാനാണ്. Yes, പറഞ്ഞോളൂ രേവതി. Dear God, I am your faithful student. Help me to be a lifelong learner. Open my eyes to wonder of your universe. Let me hear all that humanity has to teach me. May I always gain knowledge, grow in understanding, and find wisdom. Praise to you, divine teacher of truth. Amen. Yes, very good, very good, very good. Then, signing on. Sir, ഞാൻ പറയാം. Yes, പറഞ്ഞോളൂ. Good morning, everyone. Respected sir and all my dear friends. I heartily welcome all of you to this new class. This day is very special for all of us, as it is a new beginning with new hopes, new goals, and new challenges. Here we make new friends, learn new things, and move towards our dreams. Thank you. Oh, very good, very good. Move towards our bliss. Very good. Okay, Ramsey, very good, very good. Then, thought of the day. ഞാൻ തന്നെയാണ് സർ. Yes, എല്ലാം ഞാൻ തന്നെയാണ്. പറഞ്ഞോളൂ. Ramsey. Silence and smile are two powerful tools. Smile to solve problems and silence to avoid problem. APJ Abdul Kalam. Oh. ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞത് കറക്റ്റാണ്. സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾ സൈലൻസിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് നിലവിളിക്കായിരിക്കും നമ്മുടെ നിശബ്ദത. ശരിയല്ലേ? ചില നിശബ്ദതകൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ലേ? നിങ്ങൾ വീട്ടിൽ 2 ദിവസം ഒന്നും ഉണ്ടായിരുന്നു നോക്കി അപ്പൊ ചോദ്യം വരും, എന്ത് പറ്റി എന്ത് പറ്റി എന്ത് പറ്റി എന്ന് ചോദിച്ചു. അല്ലേ രേവതി? യെസ്. അപ്പൊ അന്വേഷിക്കും. അപ്പൊ നിശബ്ദത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ നിലവിളിക്കുന്നതായിരിക്കാം ചിലപ്പോൾ ചില നിശബ്ദത. പോട്ടെ. അപ്പൊ ഓക്കെ. ഷാഹിലത്തെ പെരുന്നാളൊക്കെ എങ്ങനെയുണ്ടായി? തകർത്തോ? യെസ്, അടിപൊളിയായിരുന്നു സാർ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ആഡ്വെർബിനെ കുറിച്ചാണ് പറഞ്ഞത്. യെസ്. അപ്പൊ നമുക്ക് അടുത്ത അതിന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ ഭാഗമായിട്ട് പറയാനുണ്ട്. നമുക്ക് അതിലേക്ക് കിടക്കാം. പറഞ്ഞു. സാർ, രമേശ് spoke in an angry tone എന്നല്ലേ? ഇന്ന ആംഗ്രി ടോൺ. ആംഗ്രിലി ആണോ ആംഗ്രി ആണോ? ആംഗ്രിലി ആണോ ആംഗ്രി ആണോ? ആംഗ്രിലി ആണെങ്കിൽ ഇന്ന ടോൺ വരില്ല. എൽവൈ വരുമ്പോ അഡ്ജക്റ്റീവായി. ഓക്കെ സാർ. ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ അച്ചു, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. അച്ചു, യെസ്, വളരെ ഇന്നസെന്റ് ആയിട്ടാണ്. എന്തോ എന്തെന്ന് ചോദിക്കാനല്ലേ? യു ആർ വെരി ഇന്നസെന്റ് അച്ചു. ചിലപ്പോ മനസ്സിൽ പറയണ്ട, ഞാൻ അത്ര ഇന്നസെന്റ് ഒന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, അതിലും ഇന്നസെന്റ് ആണ്. വെരി ഗുഡ്. ഓക്കെ. അച്ചു, അച്ചുവിന് എത്ര സുഹൃത്തുക്കളുണ്ട്? ഹൗ മെനി ഫ്രണ്ട്സ് യു ഹാവ്? 2 friends. 2 friends. ഓ, വെരി ഗുഡ്. വളരെ കുറഞ്ഞ സുഹൃത്തുക്കളേ ഉള്ളൂ. സോ മൈ നെക്സ്റ്റ് question is this: who is your best friend or who is your chunk friend? Best friend ആദിത്യ. ആദിത്യ രണ്ടുപേരുണ്ട് സാർ. 2 friends. 2 friends. അപ്പൊ രണ്ടുപേരും ചങ്കാണ്. Yes. One is Aditya, next one is ശ്രീദേവി. ശ്രീദേവി.
two are the friends that you have. Yeah. എന്റെ ചോദ്യം ഇതാണ്, why do you select these Aditya and Sridevi as your best friend? ഇവര് രണ്ടുപേരെയും ബെസ്റ്റ് ഫ്രണ്ട് ആക്കാനുള്ള കാരണം എന്താണ് വെച്ചു? I think +1 to ഡിഗ്രി എന്റെ കൂടെ 5 വർഷം ഉണ്ടായിരുന്നു. We were together for 5 years. Okay. Yes. പിന്നെ ഗുഡ് ക്വാളിറ്റി. ഗുഡ് ക്വാളിറ്റി. എന്താണ് ഗുഡ് ക്വാളിറ്റി? കെയറിംഗ് about you. Then good personality. പിന്നെ ഞാൻ വേറെ കാര്യം ചോദിക്കും. എല്ലാരും സഹായിക്കാനുള്ള കഴിവുണ്ട്. ഫുൾ മൈൻഡ്. പിന്നെ then good listening. Oh, is a good listener. Very good. പിന്നെ Yes. ഞാൻ എനിക്ക് വേറെ കാര്യം ചോദിക്കട്ടെ, ഈ ആദിത്യയുടെയും ശ്രീദേവിയുടെയും ബെസ്റ്റ് ഫ്രണ്ട് അച്ചു ആണ്? Yes, sir. ഉറപ്പാണ് അല്ലേ? ഉറപ്പാണ്. യെസ്. ഓക്കെ. ഇന്നത്തെ ഈ റെക്കോർഡ് ക്ലാസ് അവിടെ കൊണ്ടുപോയി കേൾപ്പിച്ചു കൊടുത്തരല്ലേ? ക്ലാസ്സിൽ റെക്കോർഡ് ഇതൊന്ന് കേട്ട് നോക്ക്. ഞാൻ എന്നോട് ചോദിച്ചു ഹു ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ട് നോക്കൂ എന്ന് പറഞ്ഞത് കേൾപ്പിച്ചു കൊടുക്കാം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാനിപ്പോ ആദ്യം നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് എഴുതുക. യുവർ ബെസ്റ്റ് ഫ്രണ്ട്, യുവർ ക്ലോസ് ഫ്രണ്ട്, യുവർ ചങ്ക് ഫ്രണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയത്? ദർ വിൽ ബി സം റീസൺസ് ബിഹൈൻഡ് ഇറ്റ്. അതിന്റെ പിന്നില് കുറച്ച് കാരണങ്ങൾ ഉണ്ടാകും. യെസ്, നമുക്ക് പറയാൻ, നമ്മൾ പറയുന്ന ഇപ്പൊ അച്ചൂടെ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. നമ്മൾക്ക് പറയുന്നത് കേൾക്കാൻ ഒരാൾ വേണ്ടേ, ഒരു ഗുഡ് ലിസണർ വേണ്ടേ? യെസ്. അപ്പോ യു തിങ്ക് അബൌട്ട് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് യു ഫൈൻഡ് ഇൻ ദാറ്റ് ബെസ്റ്റ് ഫ്രണ്ട്? ഇനി നിങ്ങൾക്ക് ജീവിതത്തിലെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ അത് നോക്കാം. യെസ്. ഓക്കെ, Tara. Yes, sir. Who is your best friend, Tara? My best friend is Srija. Srija. Okay. Yes. My childhood friend. She is your classmate or neighbor? Yes. Neighbor and classmates. Nursery to 10th. Oh, nursery to 10th standard. You were okay. ഇപ്പോഴും നൈബർ ആണോ? അല്ലല്ല, ഇപ്പൊ നൈബർ അല്ല. എന്നാലും കോണ്ടാക്ട് ഉണ്ട്. കാര്യങ്ങളെല്ലാം വിളിച്ച് പറയാറുണ്ട്. അവിടെ എന്റെ മോളെ പ്രസവിച്ചതും അവള് മോളെ പ്രസവിച്ചതും രണ്ടും ഒരേ ഹോസ്പിറ്റലിലാണ്, തലേന്നും പിറ്റേന്നും ആയിട്ടാണ്. ഓക്കെ അതിര. പറഞ്ഞോളൂ. പിന്നെ അവളുടെ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ വല്ല ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ, അതായത് മദർലോ ആയിട്ടുള്ള വല്ല ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയാറുണ്ട്. അപ്പൊ നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പൊ അവള് ഹൈസ്കൂൾ ടീച്ചറാണ്. വെരി ഗുഡ്. യെസ്. ഇപ്പോഴും അത് ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. Okay. അപ്പോ യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ശ്രീജ. വെരി ഗുഡ്. താര, ആതിര, ഞങ്ങളോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, ആരാണ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, ആ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്, എന്തുകൊണ്ട് അവര് ബെസ്റ്റ് ഫ്രണ്ട് ആയി, ഇതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഷിഖാന,
യെസ് വന്നിട്ട് ഷിഖാന പറഞ്ഞു. ഷിഖാന, ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ഷിഖാനക്ക് എന്തോ നെറ്റ് ഇഷ്യൂ എന്ന് വിചാരിക്കാം. റാംസി, Yes, sir. പറയൂ Yes, റാംസി. sir. Who is your best friend? My best friend is Jyoti. ജ്യോതി. ഷിഫാന, ഞാൻ വന്നോളാം. ഓക്കെ, പറഞ്ഞോളൂ. Why do you consider Jyoti as your best friend? രണ്ടുപേരുണ്ട്, ജ്യോതി ആൻഡ് റുഷ്ദ. Yes. ഞങ്ങള് ഡിഗ്രിക്ക് ഒന്നിച്ച് പഠിച്ചതാ. ഉം. ഞങ്ങളുടെയൊക്കെ ക്യാരക്ടർ ഒരുപോലെയാ. യെസ്, സെയിം ക്യാരക്ടർ ആണ്. യെസ്, അടിപൊളിയാണ് അപ്പൊ അല്ലേ? പിന്നെ അത് ആരും പറയാത്തൊരു കാര്യമായിട്ട് പറഞ്ഞു. വി ബിലോങ് ടു ദ സെയിം ക്യാരക്ടർ, സെയിം ടേസ്റ്റ്. ഓക്കെ. ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾ വ്യത്യാസം ഉണ്ടാവില്ലേ? വ്യത്യാസമില്ല, ക്യാരക്ടർ സെയിം ആണ്. ഓക്കെ, കണ്ടിന്യൂ. വേറെ എന്താ പറയാ, ഇപ്പോഴും കോണ്ടാക്ട്സ് ഉണ്ട്. എപ്പോഴും അല്ല, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം വിളിക്കും, സംസാരിക്കും. ഓക്കെ റാംസി, വെരി ഗുഡ്. ഷെനി റോജി, കുറച്ച് ഇംഗ്ലീഷാണ് കേട്ടിക്കോട്ടെ പറയുമ്പോൾ നിങ്ങൾ. യെസ്, ഓക്കെ. ഷെനി റോജി, ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? There are many friends to me, but my chunk friend is Nancy. She's very a good speaker, a writer and dancer. Many എന്താ പറയാ activities she is doing. She's corrected me to my negative thoughts and more encouraging, and she's teaching for me always more productively. അതാണോ ശരിയായിട്ടുള്ള ആൻസർ? അർത്ഥം എനിക്ക് മനസ്സിലാവില്ലേ, പക്ഷെ ആള് എപ്പോഴും ഇങ്ങനെ എൻകറേജ് ചെയ്യും നമ്മളെ. പിന്നെ വൺ ഡേ ഒരു ദിവസം ഞങ്ങള് പ്രീ പ്രൈമറി DTC വി ആർ ബോത്ത് സ്റ്റഡി. പിന്നെ വൺ ഡേ ഐ ആം വെരി ലൈക്ക് മീ, ബട്ട് ഐ എം നോട്ട് കോൺഫിഡൻറ്റ്. ബട്ട് പിന്നെ ഞാൻ മലയാളത്തിൽ പറയാം. ഒരു ദിവസം അവള് ഭയങ്കരമായിട്ട് ഇങ്ങനെ എൻകറേജ് ചെയ്യും എല്ലാവരെയും. അപ്പോ ഒരു ദിവസം എനിക്ക് പാട്ട് പാടാനായിട്ടൊരു ചാൻസ്, അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനായിട്ട് ഒരു വേദി സാറ് തന്നായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പാടണമെന്ന്, പക്ഷെ മൈക്ക് അങ്ങനെ എടുത്തിട്ടുള്ളൊരു ഇത് ഉണ്ടായിട്ടില്ല. അപ്പൊ അവള് എല്ലാവർക്കും അങ്ങനെ ആഗ്രഹം ഉണ്ട്, പക്ഷെ അവളൊരു ദിവസം എന്താ പറയാ ധൈര്യത്തെ കുറിച്ച്, കോൺഫിഡന്റ് ആയിട്ടൊരു കാര്യം ചെയ്യണതിനെ കുറിച്ചിട്ട് ഒരു ടോക്ക് അവൾ എടുത്തു. അപ്പൊ അത് കേട്ടപ്പോ എല്ലാവരും ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കരമായിട്ട് ധൈര്യം വന്നിട്ട് അവരവരുടെ കഴിവുകളൊക്കെ പുറത്തെടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് മൈക്ക് പിടിച്ച് എല്ലാവരുടെ മുന്നിൽ പാട്ട് പാടിയ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അവള് ഇപ്പോഴും അവള് മഹാരാഷ്ട്രയില് ജോലി ചെയ്യണു, ടീച്ചറാണ്. എപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, ഭയങ്കര എപ്പോഴും ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. പാട്ട് ഒരു ഭക്തിഗാനമാണ്, ഈശോയുടെ ഒരു. അപ്പോ അവളാണ് ചങ്ക് ഫ്രണ്ട് ആയിട്ട് പറയാം, ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. വെരി ഗുഡ്. സോ നാൻസി ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ രേവതി, ഗെറ്റ് റെഡി. ഷിഗ, പറയൂ, ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷെജിത. ആരാ എന്നെയാണ് ചോദിച്ചത്? ഞാൻ തന്നെയാണോ നോക്കി? അടുത്ത് രേവതി എന്ന് പറഞ്ഞോ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷെയ്ഖിത, എന്റെ ഷോപ്പിലെ ഓണറാണ്. അപ്പൊ നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും എപ്പോഴും അന്വേഷിക്കണതും എല്ലാത്തിനും നമ്മൾക്ക് ഒരു കാര്യമായിട്ട് നമ്മളൊരു കൺഫ്യൂഷനോട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് അതിനനുസരിച്ച് എല്ലാം പറഞ്ഞു തരും. അപ്പൊ
ഫിനാൻഷ്യലി നമുക്ക് എന്തെങ്കിലും ഇന്നാൾ പറഞ്ഞാലും ആൾ അതിനെ ഹെൽപ്പ് ചെയ്യും. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ തന്നെ സപ്പോർട്ടാണ്. യെസ്. അപ്പൊ 2 വർഷമായിട്ട് അത് അങ്ങനെ തന്നെ ആള് ഉള്ളത് കൊണ്ട് ആളാണ് എന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട്. ഓ വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ എംപ്ലോയി ആൻഡ് എംപ്ലോയീസ് റിലേഷൻഷിപ്പ് ആണ്. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അതാണ് സൗഹൃദമായിട്ട് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് ഷിക. അപ്പൊ ഷെജിത ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച രേവതി വരുമെന്ന് വിചാരിക്കുക. രേവതി ജയം പറഞ്ഞോളൂ. രേവതി ജയം. ആദിത്യ ഗെറ്റ് റെഡി. My husband is my best friend. അല്ലാതെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഞാൻ അങ്ങനെ ആരും ചൂസ് ചെയ്തിട്ടില്ല. ഞാൻ എല്ലാവരോടും ഒരേ വേവിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആരുമില്ല. എന്റെ ഹസ്ബൻഡ് ആണ് ബെസ്റ്റ് ഫ്രണ്ട്. And he is a good listener to me. Any problem, one solution is in hand. Yes. Oh. ഇത് എന്തായാലും രേവതി റെക്കോർഡ് ക്ലാസ് കൊണ്ട് കാണിച്ചു കൊടുക്കും. യെസ്. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. മുംതാസെ ഗെറ്റ് റെഡി. പറഞ്ഞോളൂ ആദിത്യ. പ്ലീസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അശ്വിനി. ഞങ്ങള് അംഗനവാടി മുതൽ ഡിഗ്രി വരെ ഒരുമിച്ചാണ് പഠിച്ചത്. അവളെന്ന് പറയുമ്പം എന്റെ ഇഷ്ടങ്ങളെയും തീരുമാനങ്ങളെയൊക്കെ അവളും കൂടെ ഇഷ്ടപ്പെടുന്ന ആ ഒരു രീതിയായിരുന്നു. പിന്നെ എന്ത് ചെയ്തു തന്നാലും അതിന് ഒരു പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാതെ ചെയ്തു തരുന്ന ഒരു മനസ്സോ. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൂടെ നിൽക്കുമെന്നൊരു ഉറപ്പുണ്ട്. പിന്നെ അതുപോലെ എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിക്കുമെന്നെങ്കിലും അത് പുകഴ്ത്തി പറയാതെ നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കും. മുഖത്ത് നോക്കി അത് പറയും. എന്ത് തെറ്റായാലും അത് തെറ്റാണെന്നുള്ളത് പറഞ്ഞു തരും. പിന്നെ നമ്മുടെ എന്തെങ്കിലും സങ്കടങ്ങളോ സന്തോഷങ്ങളോ എന്തോ ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഷെയർ ചെയ്യാറുണ്ട് ഇപ്പോഴും. പിന്നെ അതുപോലെ തന്നെ അവളുടെ കൂടെ ഇത്രയും നാളുമായിട്ട് പഠിച്ചപ്പോഴും എന്ത് സങ്കടവും സന്തോഷം ഉണ്ടെങ്കിലും അവളുടെ കൂടെ ഉള്ളപ്പം എപ്പോഴും നമ്മളെ ചിരിപ്പിച്ച് ഹാപ്പി ആയിട്ട് വെക്കാൻ നോക്കാറുണ്ട്. സങ്കടപ്പെട്ടിരിക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവള് എന്റെ ഏറ്റവും എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ടായിട്ട്. ഇപ്പൊ ആള് ജോലി ചെയ്യാണ് പത്മാവതി ഹോസ്പിറ്റൽ ഇവിടെ അടുത്ത്. വെരി ഗുഡ് വെരി ഗുഡ് ആദിത്യ. ആദിത്യ പറയുന്ന വാക്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും ആ ഇന്റിമസിയുടെ ആഴം. അലീസ ഗെറ്റ് റെഡി. മുംതാസെ പറയൂ. ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? My best friend is Simi. Yeah, she is my friend since 6th standard, 8th standard. Yes. Everyone in my family loves her. Yes. My good or bad things say openly. Yes. Whatever I say, it will be listen. Yes. Will force to me do something. എപ്പോഴും പറയും വെറുതെ ഇരിക്കേണ്ട, എന്തെങ്കിലും ചെയ്യാൻ എപ്പോഴും ഫോഴ്സ് ചെയ്യോ. പിന്നെ അവള് എഞ്ചിനീയർ ആണ്. പിന്നെ ഇപ്പം അവളെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് വരുമ്പോ എന്നെ വിളിക്കും. ഞങ്ങൾ ഒന്നിച്ച് വീടിന്റെ അടുത്താണ്. പോയി കാണും. എപ്പോഴും വിളിക്കും എന്താവശ്യം ഉണ്ടെങ്കിലും. നമുക്ക് എന്തും പറയാം. നമ്മള് പറയും. അതുപോലെ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ട് അങ്ങനെയല്ലേടി ഇങ്ങനെയാന്ന് പറയും. നമുക്ക് തിരിച്ചും അതുപോലെ അങ്ങോട്ടും പറയാം. ഇങ്ങനെയല്ല, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല, ഇതുവരെയും ഞങ്ങൾ തെറ്റിയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ നല്ല ചീത്തയൊക്കെ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ യാതൊരു പ്രശ്നവും ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. രണ്ടാളോ പറഞ്ഞാലോ നമുക്ക് അങ്ങോട്ടും പറയാം, അവൾ ഇങ്ങോട്ടും പറയും. നമ്മുടെ പോരായ്മൊക്കെ പറയും. Okay, 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 okay. Very good, Mumtaz. Very good, very good. But Segmi is your best friend. Okay. Reshma, get ready. Alisa, for you. Yes, sir. My best friend is Jomia. We met in our higher secondary school time. We were friends since 2010. She knew me before we met each other. The thoughts about me is not good at her. Gradually, we talk each other and we make a group of 7. She understands me very well. After our +2 course, we joined BA Philosophy at Maharajas College. At there,
We were 5 in our group. We enjoy our school life and college life. She has the ability to understand everyone and keep their relationship nicely. I am not her best friend, but I am proud to say she is my best friend. After very our good. marriage, she was the only friend who touched with me. One more thing, her mother is my official guardian at college. Oh, Thank you, yes. sir. Oh, നല്ല രസമായിട്ട് പറഞ്ഞിട്ട് അലീസ. I am not her friend, but I am proud to say that she is my friend. അപ്പൊ അലീസ പഠിച്ചത് മലയാളം കോളേജിലാണോ? Yes, sir. ഏതായിരുന്നു സബ്ജക്ട്? BA Philosophy. BA Philosophy. Oh, very good, very good. എനിക്ക് വളരെ ആഗ്രഹമുള്ള അവിടെ പോയി പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന കോളേജായിരുന്നു അത്. ഞാൻ അവിടെ ചേർന്ന് നോക്കി ഈ അഡ്മിഷനൊക്കെ കിട്ടിയതാണ്. പക്ഷേ അന്ന് നമ്മുടെ ഏലൂർ ഭാഗത്ത് ആ പാലമില്ല. അപ്പൊ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് ബോട്ടിലൊക്കെ പോകണം. അപ്പൊ അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. യെസ്, അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് വേണ്ടെന്ന് വെച്ചതാണ്. അപ്പൊ എന്നാലും ഞാൻ ആ മഹാരാജ് കോളേജിന്റെ അകത്ത് ചെന്ന് അവിടെയുള്ള ആ വലിയ തൂണുകൾക്കൊക്കെ സമീപം നിന്നിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എത്രയോ മഹാരഥന്മാര് പഠിച്ചിറങ്ങിയ കോളേജാണ്. മമ്മൂട്ടി മുതൽ AK ആന്റണി മുതൽ എന്നിവിടെ എത്രയോ മഹാരഥന്മാർ അവിടെ പഠിച്ചിറങ്ങിയാന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഐശ്വര്യ, ഗെറ്റ് റെഡി. രേഷ്മ പറയൂ. My best friend Ashwati. അശ്വതി, ഓക്കെ. She is childhood friend and my cousin sister. She Yes. always understand for my any problems at school. She is very supporter and caring and advisor. Yes. She encouraged for me. I am always I am not active mind. എപ്പോഴും ചടങ്ങി കൂടി അങ്ങനത്തെ ഒരു മൈൻഡാണ്. പക്ഷെ ഫുൾ അഡ്വൈസ് ചെയ്ത് എന്നെ ഇതിലോട്ട് തന്നെ ആക്കിയതൊക്കെ ആ കുട്ടിയാണ്. വീട്ടിൽ നിൽക്കരുത്, പുറത്തോട്ടൊക്കെ പോകണം, അങ്ങനെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ കാരണം അവളാണ്. ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഫിനാൻഷ്യൽ ആയാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതേ സമയം കോണ്ടാക്ട് ചെയ്താല് നല്ല നല്ല എന്താണ് ഒരു സിസ്റ്ററിനെ പോലെ എനിക്ക് ഫ്രണ്ടും സിസ്റ്ററും എല്ലാമാണ് ഇപ്പൊ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ നേരത്തെ അലീസ്, ഓക്കെ അലീസ് ഗെറ്റ് റെഡി. അപ്പൊ നേരത്തെ അലീസ് പറഞ്ഞപ്പോൾ ഞാൻ പറയണമെന്ന് വിചാരിച്ചൊരു കേസാണ്. അലീസ് അതിൻ്റെ അകത്തൊരു കാര്യം പറഞ്ഞിരുന്നു, ആദ്യം എനിക്ക് എന്റെ സുഹൃത്തിനെ കുറിച്ചുള്ള ചിന്ത വളരെ മോശമായിരുന്നു, പിന്നീടാണ് ഗ്രാജുവലി അത് സുഹൃത്തായിട്ട് മാറിയെന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ട് രീതിയിലുള്ള ലവ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് വൺ ഈസ് പ്ലേറ്റോണിയൻ ലവ്, സെക്കൻഡ് വൺ ഈസ് എലിസബത്ത് ലവ്. അതിൽ ഏതാണ് എന്താണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മറന്നുപോയി. ഞാൻ എന്താണ് പറയുന്നത്, ചില ആൾക്കാരെ കാണുമ്പോഴേ നമുക്കൊരു അകാരണമായിട്ടൊരു അടുപ്പം തോന്നും, ഒരു ഇഷ്ടം തോന്നും, കൊടുക്കാൻ തുടങ്ങി. യെസ്, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. വേറെ കുറച്ച് ആൾക്കാരുണ്ട്, അവരോട് നമ്മൾ വഴക്കാണ് ആദ്യം ഇടുക. ആ വഴക്ക് മാറിയിട്ടാണ് പിന്നീട് അതൊരു സ്നേഹബന്ധമായിട്ട് മാറുന്നത്. ഒരു വഴക്കിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് വലിയ സൗഹൃദമായിട്ട് മാറുന്നതാണ്. യെസ്, അപ്പൊ അങ്ങനെ വഴക്കിൽ നിന്ന് ആരംഭിച്ച് സൗഹൃദമായിട്ട് മാറുന്നത് വളരെ ബോണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. യെസ്, അതാണോ എലിസബത്ത് ലവ്, അതാണോ പ്ലേറ്റോണിയൻ ലവ് എന്ന് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അതിൽ ഒന്നതാണ്. അപ്പൊ വഴക്കിൽ നിന്ന് ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പിന്നീട് എന്തായിട്ട് മാറുന്നു. എനിക്കറിയാവുന്ന ഒരാള്, എന്താ പറയുക, ഒരു കുട്ടി, ആ കുട്ടി അവിടെ റീഡിങ് എടുക്കാൻ വന്ന KSEBയുടെ റീഡറോട് എന്ന് വഴക്കായിരുന്നു. ലാസ്റ്റ് കുറെ നാൾ കഴിഞ്ഞപ്പോ ആ കുട്ടീനെ അദ്ദേഹത്തിന്റെ ഭാര്യയായി. യെസ്, അപ്പോ ഒരു വഴക്കിൽ നിന്നാണ് അവരെ ആരംഭിച്ചത്. യെസ്, എന്ന് പറഞ്ഞ പോലെ നേരത്തെ അലീസ പറഞ്ഞൊരു പോയിന്റ് ആണത്. നികിത, ഗെറ്റ് റെഡി. പറഞ്ഞോളൂ ഐശ്വര്യ, ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? Sir, I have two best friends, Vinaya and Ansandra. They were my college mates. And I met, we were in hostel, so I met them in second day of the college. Yes. And everything going well there. As our college was in Trivandrum, so they both will go out past whenever during the weekends. But actually, I am from Idiki, so long as I stay there itself. So they will bring some snacks and everything to me. Then when I am going, everything was going well. But during the second year, Vinaya faced some physical and mental issues too.
she became unconscious, and what she her mental she had some mental issues. Yes. Due to that, she became the day scholar batch. Yes. Then we met her on the third year final exam. Yes. Then it was, I think it was on May 2019. Yes. That was our last match. Then Yes. after that I came to know that her mother died. So Oh. it was told by her cousin sister. That was the last call I had with her. Yes. Then there was no communication. Her phone number changed. I have till 2016 January. I don't had any. I don't know anything about her. What she's doing. How is she? I don't know anything. Then I and Anne was always talking about what about Vinaya? Where is she? We are discussing that. Then Yes. I found her number from my old phone. I found her sister's name from the old phone. When her sister told me, I told him that അവളുടെ അമ്മ മരിച്ചു എന്ന് ഈ സിസ്റ്റർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ നമ്പർ തപ്പി പിടിച്ച് വിളിച്ചു. അപ്പോൾ ആളുടെ എന്നിട്ട് കുറെ പ്രാവശ്യം ചോദിച്ചു, വിരിയുടെ നമ്പർ ഉണ്ടോ കോണ്ടാക്ട് ചെയ്യാൻ. ഞാൻ പഴയ ഫ്രണ്ടാണ്. അപ്പൊ വിശ്വസിക്കാൻ വേണ്ടി ഞങ്ങളുടെ പഴയ ടൂർ പോയ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു. അപ്പോഴും ആളിങ്ങനെ നമ്പർ, അവൾക്ക് ഈ ആള് പെട്ടെന്ന് ഇങ്ങനെ കട്ടിലുമെന്ന് ആരടിച്ചിട്ട പോലെ വീണ് ഇതായത്. എന്നിട്ട് പിന്നെ ആൾക്ക് ഈ അൺകോൺഷ്യസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ഇവിടെ ക്യാമറ ഉണ്ട്, അങ്ങനെയൊക്കെ ഓരോ എന്തൊക്കെയോ ഇങ്ങനെ പിച്ചും തേയും പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക, മൈൻഡ് ഔട്ട് ആയിട്ട്. അപ്പോ ആൾക്ക് നമ്പർ തരാൻ ആദ്യം കുറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഫ്രണ്ടാണ്, കുറെ ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയ ഒക്കെ ആൾ ഒരുപാട് തപ്പി, ഇതുവരെ കിട്ടിയില്ല, എങ്ങനെയെങ്കിലും നമ്പർ തരുമോ. അപ്പൊ ആള് പറഞ്ഞു അവളോട് പഴയ കാര്യങ്ങളൊന്നും ചോദിക്കരുത്, ഞാൻ നമ്പർ തരാന്ന് പറഞ്ഞിട്ട് ആളെ നമ്പർ തന്നു. Then I sent her message. Then we started talking again. Then I told and I found Vinaya. Then she told me, now create a group. We three can join again. And now we are planning a reunion and all. Then still the friendship is going on. Very good, very good, very good. Aishwarya, keep it up. Very good, very good, very good. Yes. Sheena, Tommy, get ready. Nikita, for you. My best friend is Sedu. I meet her in diploma course study time. She is very good character and she is very kind person. She is always help me with everything. In study time, she is very helpful. And she is very enjoyed person and very active. But I am not active that time. She always encourage motive me. Very good person. Okay, Nikita, very good, very good, very good. ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ടായിരുന്നു. സ്വപ്ന, get ready. Sheena, for you. Who is your best friend? My best friend is Nisha. Yes. She was we are studied degree class. Yes. അവള് എന്റെ ഹൃദയം പോലെ തന്നെ, എന്റെ മനസ്സുപോലെ തന്നെയുള്ള ഒരു ഫ്രണ്ടാണ് അവള്. ഞാൻ പറയുന്നത് കേൾക്കും. ഞാൻ അങ്ങനെ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. സുഖമായിരിക്കുന്നു. പിന്നെ 1 to 10 എനിക്ക് വേറൊരു കൂട്ടുകാരിയായിരുന്നു സരിത. അത് എന്റെ വീടിന്റെ തൊട്ടടുത്തുണ്ട്. പക്ഷെ അവളെ കഴിഞ്ഞും എനിക്ക് കൂടുതലും എനിക്ക് ഇവളുടെ നേച്ചറാണ് ഒന്നോടെ ഇഷ്ടം. കാരണം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക, എനിക്ക് നല്ല അഡ്വൈസ് തരികയും ഞാൻ അങ്ങോട്ട് പറയുന്ന അവള് കേൾക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ വലിയ ജാടകളൊന്നും ഇല്ലാത്ത നല്ല ഒരു ഫ്രണ്ട് ആണ് നിഷ. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല വാക്കുകളാണ് ഷീന പറഞ്ഞത്, ജാടകളൊന്നും ഇല്ലാത്ത. യെസ്, ഓക്കെ, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. ഓക്കെ, ആതിര, ഗെറ്റ് റെഡി. സ്വപ്ന പറയൂ. സ്വപ്ന വിനോദ്.
Sir, my best friend was Ruhamma when I was in college. When I don't have any friends right now. My best friend was Ruhamma when I was in college. After left the college, I never met her. And after many years back, I got her number and I called her. Then we started talking. Sometimes I used to call her. Then only she will talk. Then slowly she stopped calling. When I am calling, then she will take and call me. After otherwise she never calls me. Then I'm not. Now we are not calling. I am calling her sister, but she never calls me. I don't know why she is never calling me. She didn't get married. Maybe like that I'm thinking. I have so many friends, but I don't have any best friends right now. Only everything I'm sharing with my husband. That's all. Yes, okay. അപ്പൊ രണ്ടുപേരായി. രേവതി ചെയ്യാനുണ്ടായിരുന്നു. Now Swapna also. Okay, very good. Thanks, sir. Okay, very good. അപ്പോ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ ആള് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് വിളിക്കാം. ഷാഹിലത്തെ, ആർ യു റെഡി? Yes, sir. പറഞ്ഞോളൂ. ഷാഹിലത്ത് കഴിഞ്ഞാല് രേവതി കേട്ടോ, വെറും രേവതി. Okay. My best and younger friend is my husband. Yes. Oh, മൂന്നാമത്തെ ആളാണ്. Yes. He is very calm and quiet. He is good listener and caring. He is always happy face. He is like children. He is very funny. He is very nice person in the world. He is sharing his emotions and his problems. He is good father and a good husband. Yes. Okay. ഇത് കൊണ്ടുപോയി കേൾപ്പിച്ചു കൊടുക്കൂട്ടോ വൈകുന്നേരം. എങ്ങനെ ഡിമാൻഡ് പറയാമോ? ഇത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് കഴിഞ്ഞ ശേഷം ഡിമാൻഡ് പറയാം. ഓക്കെ. വെരി ഗുഡ്. യെസ്. രേവതി, ആർ യു ഫ്രീ? Yes, sir. പറഞ്ഞോളൂ. രേവതി, ഐ വിൽ കം ടു യു. ഓക്കെ. സർ, ഞാൻ ക്ലാസ് തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ക്ലാസ്സിൽ കയറുന്നത്. ഒരു ദിവസം റെക്കോർഡ് ക്ലാസ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ വേറെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു 1 year പീരീഡ് ആയിരുന്നു. ഇവിടെ ഞാൻ പാലക്കാടാണ് താമസിക്കുന്നത്. പാലക്കാട് ഒരു ഗവൺമെന്റ് പ്രസ് ഉണ്ട്. അപ്പൊ അവിടെ ഞാനൊരു സ്റ്റോറിൽ ഇൻചാർജ് ആയിട്ടായിരുന്നു. അപ്പൊ അതൊരു 1 year പീരീഡിന്റെ ആയിരുന്നു. അത് കഴിഞ്ഞു. അപ്പൊ അത്രയായിരുന്നു ഫ്രീ റെക്കോർഡ് ക്ലാസ് എല്ലാം കഴിഞ്ഞത്. അപ്പൊ ഇന്ന് ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ ഹാർട്ടി വെൽക്കം ടു അവർ ക്ലാസ്. താങ്ക് യു സർ. താങ്ക് യു. ഞങ്ങളിവിടെ വളരെ രസകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പതുക്കെ ഞാൻ മലയാളത്തിലൊക്കെ ഒന്ന് സംസാരിക്കാം സർ. പിന്നീട് ഞാൻ കുറച്ചൊന്ന് ഇംഗ്ലീഷിലേക്ക് സംസാരിക്കാൻ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ രേവതി നോ പ്രോബ്ലം. ഞങ്ങൾ എല്ലാവരും അവിടെ നിന്നാണ് ആരംഭിച്ചത്. ഇതിനകത്ത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഒന്ന് ഉയർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്. ഡോണ്ട് വറി. ഓക്കെ രേവതി. അപ്പൊ രേവതിക്ക് നമുക്ക് രേവതിയെ സ്വാഗതം ചെയ്യാം അല്ലേ സ്വപ്ന? യെസ്. ഓക്കെ. വെരി ഗുഡ്. ഇതിനകത്ത് ആ ഗ്രൂപ്പിലൊക്കെ ചേർന്ന് അടിപൊളിയാവും. ഓക്കെ. ഓക്കെ, തുടങ്ങിക്കോളൂ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും പറയാനായിട്ട് കൂടെ പഠിച്ചില്ല. എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അമ്മയാണ്. അങ്ങനെ ഇപ്പൊ എനിക്ക് അങ്ങനെ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ് അവരായിട്ടൊന്നും ഞാൻ അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ നിൽക്കില്ല. എന്താണെങ്കിലും അമ്മയോട് തന്നെയാണ് കൂടുതൽ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. അമ്മ തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട്. അമ്മയോട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. എന്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് പറയും, രേവതി ഞങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യാറില്ല, എന്നാൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും രേവതിയോട് ഷെയർ ചെയ്യാം. പക്ഷെ രേവതിയോട് എല്ലാം ഷെയർ ചെയ്യാം, അവള് കേൾക്കും, എല്ലാം കേട്ട് നല്ല ലിസണർ ആണെന്ന് അങ്ങനെ എന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനൊന്നും പറയാറില്ല. അവരിങ്ങോട്ട് പറയും, എല്ലാ കാര്യങ്ങളും അവരുടെ കാര്യങ്ങൾ പറയും. അപ്പൊ ഞാൻ അതിന് എന്തെങ്കിലും പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം പറയുമ്പോൾ അതിന്റെ പരിഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും. എന്റെ അങ്ങനെ കാര്യങ്ങളൊന്നും അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യല്ല, വേറൊരാളായിട്ടോ റിലേറ്റീവോ ഫാമിലി അങ്ങനെയാണെന്ന് ഷെയർ ചെയ്യാം. അമ്മയോട് തന്നെ കൂടുതൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പറയാൻ അമ്മയാണ്. വെരി ഗുഡ് രേവതി. ബെസ്റ്റ് ഫ്രണ്ട് ഈസ് മൈ ഹസ്ബൻഡ് പറഞ്ഞവരുണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് ഈസ് മൈ മദർ പറഞ്ഞവരുണ്ട്. ഓക്കെ ഷിഫാന, ആർ യു റെഡി?
യെസ് സാർ. എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ട്. ഞാന് +1 ആദ്യമായിട്ട് ചേരുമ്പോഴാണ് ഞാൻ അവരെ പരിചയപ്പെടുന്നത്. ആ ടൈമിൽ ഞങ്ങളുടെ +1 തുടങ്ങുന്ന ടൈമിൽ കൊറോണ ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് 2 ബാച്ചാക്കിയിട്ട് എടുത്തിരുന്നത്. രണ്ടാമത്തെ ബാച്ച് പിള്ളേരെ തന്നെ അറിയില്ലായിരുന്നു. ഫസ്റ്റ് ബാച്ചിലെ പിള്ളേരെ അറിയായിരുന്നു. അങ്ങനെ അവര് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, അഞ്ജലി, ഫഹില്. എന്ത് കാര്യങ്ങളും ഞാൻ അവരോട് ഷെയർ ചെയ്യും. ഇപ്പൊ 6 വർഷമായി ഞങ്ങളുടെ റിലേഷൻഷിപ്പ്. അവരും പറയും കാര്യങ്ങള്, എന്റെ കാര്യങ്ങൾ അവർക്ക് അറിയാം. അത് കഴിഞ്ഞ് ഞാൻ കോഴ്സ് എടുത്ത് ഞാൻ അവർ ഫാർമസി ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ഓരോ ക്ലാസ്സിൽ തന്നെ ആയിരുന്നു 2. ഇപ്പോഴും ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. എല്ലാ കാര്യങ്ങളും ഷെയറിങ്ങും. പിന്നെ ഒരു ദിവസം ക്ലാസ്സിൽ വരാതിരുന്നാല് അവര് പറയുന്നത് എന്താ വരാന് എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കും. ഇപ്പൊ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ഇപ്പൊ ഒരാൾ മെസ്സേജ് അയച്ചോളൂ എനിക്ക്. ഞങ്ങൾ ഭയങ്കര കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെയാണ്. Very good, Shifana. Very good. Keep it up. Okay. Adria, are you ready? Josmi, get ready. Yes, sir. Yes. For you, Adria. 3 best friends. There are a lot of friends from the childhood, but for me now I have 2 friends. Their name is Grishma and Nitya. Both are doing Montessori courses with me presently. Unfortunately, they couldn't attend the class. Oh yes. Because they have some other Nitya is doing one more fashion designing course, so she wanted to go to class regularly. So she's watching the record classes. Grishma wanted to handle 2 kids and other household jobs, so she also couldn't attend the class. I also randomly attend because I also have wanted to look 2 kids. So a friend in need is a friend indeed. They're always with me when I am emotionally down, when I'm very happy. We used to go to cinema, we watch movies. Sometimes we go to eat together outside because we feel happy when we share vibe each other. First we met in a skating class 3 years before. Our kids are studying in the same school. So we became friends like that. Now we are not like a friends, we are like a mentors to each other. Very good. And childhood friends, they're also with me now, but I was born and brought up in Alapi, now settled in Trivandrum, so couldn't see the childhood friends. We are connected with Instagram, Facebook and WhatsApp, but for me it's a long away from my home in Trivandrum. So the single person means in a they are like me, always I can go with them because no other friends are here with me. Oh yes. Yes, so that's Okay. it. Very good, Adira. You have talked very nicely. Very good. Josmi, are you ready? സർ, ഞാനിപ്പോ ക്ലാസ്സിൽ കയറിയിട്ടുള്ളൂ. ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ച് പറയാനാണോ ഉദ്ദേശിക്കുന്നത്? ജോസ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ട്, എന്തുകൊണ്ട് ആ ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആയി? ഓക്കെ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് അനു ആണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന ഇതിന്റെ അകത്തുള്ള അനുവാണ്, വേറെ അനുവാണ്? അനു ജോസ്. പറഞ്ഞോളൂ. ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിലാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നത് തന്നെ. ഒരു ബെഞ്ചിൽ ഞങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ടൈമില് ഞങ്ങളൊരു 4 പേരായിരുന്നു, ഒരു ഗ്യാങ് പോലെ. പക്ഷെ അതിന്ന് ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയത് അനുവാണ്. സ്കൂളിൽ പഠിക്കുന്ന ടൈമില് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവരിൽ നിന്നും ഒരുപാട് ഡിഫറെന്റ് ആണ് അനു. എന്തെങ്കിലും പെട്ടെന്ന് ഒരു വിഷമം വന്നോന്ന് വിചാരിക്കുമ്പോ അവളെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ടിൽ നിന്ന് തന്നെ അവള് മനസ്സിലാക്കും നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ. ഭയങ്കര വിഷമത്തിലാണല്ലോ എന്ന് ചോദിക്കുക. ആ ഒരു സൗണ്ട് കേൾക്കുമ്പോ തന്നെ അവൾക്ക് മനസ്സിലാവും എന്താന്നുള്ളത്. അപ്പൊ അത് കാരണമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും അനുവിനോട് ഷെയർ ചെയ്യാറുണ്ട്. അനു അതുപോലെ തന്നെയാണ്. വിഷമം വരുമ്പോ കൂടുതൽ വിളിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അനുവാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ ജോസ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു പറഞ്ഞു. ജോസ്മി ആരുടെയെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട് ആണോ? ഞാൻ അനുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അനുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പൊ മ്യൂച്വൽ ഫ്രണ്ട്സ് ആണ്. ഓക്കെ.
വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ജോസ്മിൻ, ഇനി ആരെങ്കിലും പറയാൻ വിട്ടുപോയാലുമില്ലല്ലോ? യെസ്. അപ്പോ നിങ്ങളുടെ സൗഹൃദങ്ങൾ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം ഒരാളെങ്കിലും ഉണ്ടാവണം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും അനാവശ്യമുള്ള കാര്യങ്ങളായാലും പറയാൻ ഒരാളുണ്ടാവണം, കേൾക്കാൻ ഒരാളുണ്ടാവണം. യെസ്, ടു ബി എ ഗുഡ് ലിസണർ. നിങ്ങളും ചെയ്യാം. ആരെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ ഒരു ലിസണർ ആവാം. നമ്മൾ കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റും. ടു ബി എ ഗുഡ് ലിസണർ. ഓക്കെ, അപ്പൊ ഇനി ഏതായാലും ഒരു 10 മിനിറ്റ് കൂടി ഉള്ളൂ. അപ്പൊ ഞാൻ ആ 10 മിനിറ്റ് കൊണ്ട് ഗ്രാമർ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. യെസ്, ഞാൻ കുറച്ച് പ്രോവർബ് നിങ്ങളോട് ചോദിച്ചത് രണ്ടാമത് പിന്നീട് ബാലൻസ് ഉള്ള ചോദിച്ചായിരുന്ന ചോദിച്ചതല്ലേ സ്വപ്ന? സാർ എന്നാ സാറ് പ്രോവർബ്? ഞാൻ കുറച്ച് പ്രോവർബ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ചോദിച്ചില്ലേ? ചോദിച്ചായിരുന്നു. 2 പ്രാവശ്യം ചോദിച്ചായിരുന്നു. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ 2 പ്രാവശ്യം ചോദിച്ചെങ്കിൽ അത് ഫിനിഷ് ആയിരുന്നു. യെസ്. അപ്പൊ ഞാൻ കാര്യം ചെയ്യാം. ലാസ്റ്റ് വന്നത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, മറ്റേ ചിക്കന്റെ ഒക്കെ ഒരു കാലിന്റെ നമ്പേഴ്സ് ചോദിച്ചുള്ള. ഓക്കെ ഓക്കെ, അത് ആ ഒരു 2-3 മിനിറ്റ് ബാലൻസ് വന്നപ്പോൾ ചോദിച്ചാണ് അല്ലേ? യെസ്, ഓക്കെ 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 ഓക്കെ. ഓക്കെ, അപ്പൊ ഞാൻ അല്ലാതെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ഇ എന്നാണ്. ഇ, എലിഫന്റിന്റെ ഇ. ഓക്കെ, എലിഫന്റിന്റെ ഇ. സെക്കൻഡ് ലെറ്റർ എ എന്നാണ്. എ മീൻസ് അതർ. ഓക്കെ, അപ്പൊ ഈ എയിൽ ആരംഭിക്കുന്ന ഉത്തരം പറയാ. ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 3 പേരെ നമുക്ക് രേഖപ്പെടുത്താം. അപ്പോ എല്ലാവരും കൂടി ഒന്ന് നോക്കിയേക്കണം ആരൊക്കെയാണ് 3 പേരെന്നുള്ളതെന്ന് ശ്രദ്ധിച്ചോളാം. ഞാൻ കൊള്ളാം, ഒരുപക്ഷെ എന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ. യെസ്, അപ്പൊ നമുക്ക് പറയാം. സിമ്പിൾ ആദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്: എ പീസ് ഓഫ് ജുവലറി വോൺ, WORN, വോൺ ഓൺ ദ ഇയർ, ഇയർ. അലീസയുടെ പേര് കണ്ടു. അലീസക്ക് മുമ്പ് ആരൊക്കെയായിരുന്നു? സഹിലത്തും ഐശ്വര്യ സെൽവനും. അപ്പൊ ഷാഹിലത്ത്, ഐശ്വര്യ സെൽവൻ അല്ലേ? യെസ്, ഓക്കെ, പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിക്കോളൂ ഷാഹിലത്ത്. യെസ്, അപ്പൊ ഞാനത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാണ്. ഇയറിംഗ്സ് ആണ് ആൻസർ. ഇയറിംഗ്സ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ സൗണ്ട് ദാറ്റ് ഈസ് reflected, REFLECTED. സർ എക്കോ ആണോ? ഐശ്വര്യ, ഷെനി, ഷാഹില. സർ ഞാൻ എക്കോ എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര സ്ലോ ആണ്, അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് എക്കോ എന്ന് പറഞ്ഞു. ഐശ്വര്യ, ആരൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഷാഹിലത്ത്, ഐശ്വര്യ, പിന്നെ ഒരാളും കൂടി പറഞ്ഞല്ലേ? ശനി റോജി. ഐശ്വര്യ, ശനി റോജി. ശനി റോജി. ഫുള്ള് പറയൂ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, ശനി റോജി. ഐശ്വര്യ, ജോസ്മി പഠിച്ചിട്ടുണ്ട്. എന്താ കുഴപ്പമെന്ന് പറഞ്ഞാലേ അത് കേട്ട് പറയുമെന്ന് ഒരു പേടി വരൂലേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ജോസ്മിക്ക് ടൈപ്പ് ചെയ്യാനുള്ള വേഗത കുറവുകൊണ്ടാണ്. ഓക്കെ, യെസ്. അടുത്ത് പറയാം. എ ലോങ് ഫിഷ്, എ ലോങ് ഫിഷ് that looks like a snake, a long fish that look. Aishwarya, Alisa, Revati Jain. Aishwarya, Alisa, Revati Jain. ഓക്കെ. രണ്ടെണ്ണമുള്ള പേരില്
Okay. Yes. Revati Jain. It's a correct answer. Eel എന്താണ് മീൻ്റെ പേര്? Eel. Okay. Very good. Very good. Very good. അടുത്തത് അത് GK പോലെ വരുന്നതാണ്. And imaginary line, L-I-N line, an imaginary line around the middle of the earth, E-I-R-T-H. An imaginary line, Aishwarya. Revati, Revati Atlanta, Adisa, Shailat. Aishwarya, ഷാഹിലത്ത്, ആരൊക്കെയാണ് പറഞ്ഞത്? പറഞ്ഞതുപോലെ ഐശ്വര്യ, ഷാഹിലത്ത്, ഐശ്വര്യ, ഷാഹിലത്ത്, അലീസ. അലീസ അല്ലേ? ആ, ഓക്കെ 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 ഓക്കെ. രേവതി, അത് ഇക്വേറ്റർ ആണ് കേട്ടോ, എർത്ത് അല്ല, ഇക്വേറ്റർ. നമ്മള് ഭൂമധ്യരേഖ എന്ന് പറയില്ലേ, ആ സംഭവം. ഓക്കെ സർ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത്, the people living in ice, ഐസിൽ near Arctic coast, COAST coast, COAST ഇഗ്ലു അല്ല, ഇഗ്ലു വേറൊരു പേരാണ്. ആർട്ടിക് കോസ്റ്റ് സ്വപ്ന അതല്ല, അത് ഐസില് വീടുണ്ടാക്കുന്ന ആളുകളല്ലേ. പീപ്പിൾ ലിവിങ് ഇൻ ഐസ് നിയർ ആർട്ടിക് കോസ്റ്റ്, വേറൊരു പേരുണ്ട്. ഈ വെച്ചിട്ട് ഈ രണ്ടാമത്തെ ലെറ്റർ അതല്ലല്ലോ സാഹിത്യത്തെ. പിന്നെ അത് ഈ എ വരൂല്ലേ, ഈ എസ് വരുള്ളൂ. യെസ്, ഷീന ടോമി, കറക്റ്റ് ആൻസർ. ഷീന, സാഹിലത്ത്, രേവതി ജയൻ. ഷീന നേരത്തെ വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഷീന, ഷാഹിലത്ത്, രേവതി ജയൻ. ഷാഹിലത്ത്, രേവതി ജയൻ. ഓക്കെ, കറക്റ്റ് ആൻസർ. എസ്കിമോസ്, എസ്കിമോ. Okay. Next question. A machine that provides 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 power for your vehicle. Power for your vehicle. Aishwarya, Shiga, Alisa. ഐശ്വര്യ, ഷിക, അലീസ. ഷിക, അലീസ. അലീസ. ഓക്കെ ഓക്കെ. ഒരാളുടെ ഇഞ്ചിനുള്ളിൽ ഫുൾ ഉണ്ടായില്ല, ഈ മാത്രം ഉണ്ടായുള്ളൂ. എന്നാണ് ഞാനത് പരിഗണിച്ചു. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. എഞ്ചിനകത്ത് ഇ വരുന്നത് എങ്ങനെയാണ്? എഞ്ചിനകത്ത് ഇ വരുന്നത് എങ്ങനെയാണ്? ഇല്ല, ഇല്ല. ഞാനത് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, എസ്കിമോസ് വന്നപ്പോൾ ഞാൻ പിൻവലിച്ചത്. ഈ മാത്രം നോക്കിയാൽ മതി, മാത്രം. യെസ്, ഈ ഫസ്റ്റ് ലെറ്റർ ഈ മാത്രം നോക്കിയാൽ മതി. യെസ്. അടുത്തത്, വെൻ ദ മൂൺ, ചന്ദ്രൻ, കംസ് ബിറ്റ്വീൻ ദ സൺ, SUN സൺ, സൺ ആൻഡ് എർത്ത്. ദ മൂൺ കംസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. ആ സിറ്റുവേഷന്റെ പേര് പറയും. ലൂണാറല്ല, ഈ വെച്ചിട്ട്. യെസ്, ഐശ്വര്യ, രേവതി, ജയൻ, അലീസ. ഐശ്വര്യ, രേവതി, ജയൻ, അലീസ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എക്ലിപ്സ് എന്നാണ് പറഞ്ഞ പേര്, എക്ലിപ്സ്. യെസ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മീനിങ് ആണ് പറയുന്നത്, നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറഞ്ഞാൽ മതി. ടു റിസീവ്, RETEIVE, to receive an income for doing a work.
to receive an income for doing a work. Alisa, Mumtaz, Revati Jain. Alisa, Mumtaz, Revati Jain. Okay. Mumtaz, Revati Jain. Is the correct answer? That answer is earn. E-A-R-N, earn, or earning. Next question. A large bird, B-I-R-D, bird, with strong eyesight, E-Y-E, eyesight. Shani, Aishwarya, Swapna, Vimod. Shani, Aishwarya, Swapna, Vinod. Yes. Correct answer. The answer is eagle. Correct answer. Yes. அடுத்தது. The study of, S-T-U-D-Y, the study of how, H-O-W, how money, M-O-N-E-Y, money. The study of how money is used is called dash. Sheena, Aishwarya, Revati Jain. Sheena, Aishwarya, Revati Jain. Aishwarya, Revati Jain. Correct. Oh, okay, correct. The answer is economics. Economics. Correct. അടുത്ത വളരെ സിമ്പിൾ ആണ്. ചോദിക്കുക. Opposite of exit, E-X-I-T, exit. Shani, Aishwarya, Shagilat. Shani, Aishwarya, Shagilat. Aishwarya, Shagilat. Aishwarya and Shagilat. Yes. അപ്പൊ ഞാനത് കൂട്ടി നോക്കട്ടെ കേട്ടോ. ഒറ്റ മിനിറ്റ്, ഇപ്പൊ തന്നെ കഴിയും. ഓക്കെ. അപ്പോ മുംതാസിന് 1 point കിട്ടിയിട്ടുണ്ട്. സ്വപ്ന വിനോദിനും 1 point കിട്ടിയിട്ടുണ്ട്. ഷിഗയ്ക്കും 1 point കിട്ടിയിട്ടുണ്ട്. ദെൻ ജോസ്മിക്കും 1 point കിട്ടിയിട്ടുണ്ട്. ഷീനക്ക് 2 point കിട്ടിയിട്ടുണ്ട്. 2 point കിട്ടിയിട്ടുണ്ട്. ഷെനി റോജിക്ക് 3 point കിട്ടിയിട്ടുണ്ട്. 3 point കിട്ടിയിട്ടുണ്ട്. ഷാകിലത്തിന് 5 point കിട്ടിയിട്ടുണ്ട്. 5 point. രേവതി ജെയിനും 5 point കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഷാകിലത്തിനും രേവതി ജെയിനും 5 point കിട്ടിയിട്ടുണ്ട്. 3ാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ. അലീസക്ക് 6 point കിട്ടിയിട്ടുണ്ട്. 6 point കിട്ടുകയും 2ാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഐശ്വര്യക്ക് മറ്റ് സെക്കൻഡും നേടും തമ്മിൽ 1 point വ്യത്യാസമുള്ളൂ. ഐശ്വര്യ വ്യക്തമായ മാർജിനാണ്. 9 point കിട്ടിയിട്ടുണ്ട്. 9 point. അപ്പോൾ 1ാം സ്ഥാനം ഐശ്വര്യ ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മുടെ ജോസ്മി പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് ഉത്തരം അറിയാം. ചിലപ്പോൾ ടൈപ്പ് ചെയ്തെത്താനുള്ള വേഗത കുറവുകൊണ്ട് ഉത്തരം ആദ്യത്തെ 3 വരാതെ പോയതായിരിക്കുള്ളൂ. നിങ്ങളെല്ലാവരും കഴിവുള്ളവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാർക്ക് കുറച്ച് കിട്ടിയവർക്കും കൂടുതൽ കിട്ടിയവർക്കും കിട്ടാതിരുന്നവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ചിലപ്പോ സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ സാർ. നമ്മൾ പഠിക്കുന്നതിനെ കുറിച്ചാണ്. പറഞ്ഞോളൂ. നയന സ്പോക്ക് വിത്ത് ഗ്രേറ്റ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുമ്പോ അത് നാമമല്ലേ? ഹോസ്പിറ്റാലിറ്റി. ഹോസ്പിറ്റബിൾ എന്ന് വെച്ചാലല്ലേ അഡ്വർബ് എന്ന് വരുന്നത്? ഏതാണ്?
ഹോസ്പിറ്റബിൾ എന്ന് വെച്ചാലല്ലേ അഡ്വർബ് വരുന്നേ? ഇല്ല ഇല്ല, അത് അപ്പോ അത് ആഡ്വർബ് അല്ലത്. വിത്ത് ഹോസ്പിറ്റാലിറ്റി. ഞാനേ കുറച്ച് കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്. ഒരു അഡ്ജക്റ്റീവ് എങ്ങനെ ആഡ്വർബ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമില്ലേ? ഷാഹിദത്തിന്റെ പുത്രനാണത്. യെസ്. അപ്പോ അത് വരുമ്പോ ഞാനത് പറഞ്ഞുതരാം. യെസ്, ഓക്കെ, ഡോണ്ട് വറി. ചിലപ്പോ ഞാൻ തന്നെ ഇരിക്കുന്ന ആളെ ചിലപ്പോ കാരണം ടീച്ചർക്ക് ചെറിയൊരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഐ വിൽ കം ടുമോറോ. ഓക്കെ? യെസ്. ആരാണ് സൈൻ ഔട്ട്? Thank you, Doctor, for the wonderful class you gave us. The lesson you teach today is useful to us in our future. Thank you, everyone, and wishing all a great day. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. ഓക്കെ 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 സാർ നാളെ എനിക്ക് കയറാൻ പറ്റില്ല കേട്ടോ. എന്നോട് മരിപ്പുണ്ട്, അപ്പൊ നാളെ എനിക്ക് എന്റെ ട്യൂമറാണ്. ഓക്കെ, ശരി. ഓക്കെ, ഷാഹിലത്തിന്റെ പുത്രനാണല്ലേ? അതെ അതെ. യെസ്, ഓക്കെ. അപ്പൊ പുത്രനും കൂടി താങ്ക് യു. ഓക്കെ.